കേരളത്തിൽ ഏറ്റവും നല്ല വിധത്തിൽ ഇലക്ഷൻസ് നടത്തണമെന്നുള്ള നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതനുസരിച്ച് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ആഘോഷമായിട്ട് മാറ്റണം. പിന്നെ കേരളത്തിലെ ഏറ്റവും നല്ല വോട്ടിംഗ് പെർസെൻറ്റേജ് ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു 85% ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് 85 നമ്മൾ ക്രോസ് ചെയ്യണം. വാശിയേറിയ പോരാട്ടം നടക്കുമ്പോഴാണ് വോട്ടർമാരെ കൂടുതൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ. അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ അത്യാവശ്യമാണല്ലോ. അപ്പം പോളിംഗ് വർദ്ധിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി ഇടപെടണ്ടേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു മീറ്റിംഗ് ഇന്ന് വിളിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ അവരോട് എല്ലാം അഭ്യർത്ഥിക്കും. പിന്നെ നമ്മുടെ സ്വീപ്പിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് എവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യമല്ല വോട്ടേഴ്സ് ടേൺ ഔട്ട് കുറവായിട്ടുള്ളത് അവിടെയെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചൂടുകാലമാണ്, കൊടും ചൂടാണ്. പ്രചാരണത്തിനൊക്കെ ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ ഈ മാലിന്യം ഉണ്ടാകാതിരിക്കാൻ അതിനൊക്കെ എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പോകുന്നത്? മാതൃകമായിട്ടുള്ള ഒരു പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ എസ്പെഷ്യലി ചൂടുള്ള സമയത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവും. അത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വോട്ടിംഗ് വരുന്ന സമയത്ത് മാത്രമല്ല ക്യാമ്പയിന് പോകുന്ന സമയത്തും എന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം നമ്മൾ കൊടുക്കാറുണ്ട്. അത് ഈ പ്രാവശ്യം തീർച്ചയായിട്ടും കൊടുക്കും. പിന്നെ എൻവയറമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്, അതായത് ഈ യൂസ് ചെയ്യുന്ന സാധനം മുതൽ പൊല്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, സൗണ്ട് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ എല്ലാം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൂടുള്ള സമയത്തും ആർക്കും ഒരു പ്രയാസം വരാത്ത രീതിയിൽ പോളിംഗ് സ്റ്റാഫ് മാത്രമല്ല ജനങ്ങൾക്കും പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിലെ ഈ റാലിയിലെ അവർ എന്ത് ചെയ്യണമെന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സർക്കുലേഴ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. യങ് വോട്ടേഴ്സിനെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ഏതെങ്കിലും ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ വരുമ്പോൾ തന്നെ നമുക്കൊരു അവർക്ക് അപ്പീൽ ചെയ്യുന്ന വിധത്തിൽ ജെൻസി ആയിട്ടുള്ള ഒരു റാപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വീഡിയോ നമ്മുടെ എറണാകുളം ടീം അത് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാ ആൾക്കാരെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഒരു ഇൻഫ്ലുവൻസേഴ്സ്, ഐക്കോൺസ് അടക്കം നമ്മൾ ആലോചിക്കുന്നുണ്ട്. വോട്ടിംഗ് ഈസ് നോട്ട് ജസ്റ്റ് റൈറ്റ്, ഇറ്റ് ഇസ് എ ഡ്യൂട്ടി എന്നുള്ള കാര്യം എല്ലാവരും അറിയണം. നമ്മൾ പരമാവധി നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. അവർ സ്വയമായിട്ട് ഒരു ആക്റ്റീവായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ള ഒരു മെസ്സേജിങ് കൂടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ IT ക്രൗഡ് അർബൻ ഏരിയാസിൽ എവിടെയാണ് നമ്മൾ സാധാരണ അർബൻ വോട്ടേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ കുറവ് നമ്മൾ കാണുന്നത്, ആ സ്ഥലത്തെല്ലാം നമ്മൾ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം നല്ല വിധത്തിലുള്ള ഒരു പ്രചരണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും.